പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ജീവിതത്തോട് ചേർക്കപ്പെടുന്ന ഓരോ ദിവസവും ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടാണ് നാം കണക്കാക്കുക. ഓരോ ദിവസവും ദൈവം ദാനമായിട്ട് നമുക്ക് തരുന്നു. പ്രഭാതത്തിൽ നാം ഉണരുമ്പോൾ പുതിയ പ്രതീക്ഷകളുമായിട്ടാണ് ഉണരുക. രാത്രിയിലെ വിശ്രമത്തിന് ശേഷം പുതിയ പ്രവർത്തനങ്ങളിലേക്ക് തിരിയുവാനായി നാം ഉന്മേഷത്തോടുകൂടി ഉണർന്നു വരുന്നു. പ്രപഞ്ചത്തെ ശ്രദ്ധിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളും ദൈവത്തെ സ്തുതിക്കുന്ന സമയമാണ്. പ്രപഞ്ചത്തോട് ചേർന്ന് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഈ ദിവസം നമുക്കായിട്ട് തന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിന്റെ കൃപയ്ക്കനുസരിച്ച് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ദിവസം പൂർത്തിയാക്കുവാൻ വേണ്ട അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നേ ദിവസം നല്ല രീതിയിൽ ചെലവഴിക്കുന്നതിന് ദൈവാനുഗ്രഹം നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് പരിശുദ്ധാത്മാവിനോട് ഈ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പിന്തുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ, മന്ദമായി വന്നു വീശിയാനെന്ന് തന്ന പൊന്നീളം തെന്നലേ. രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിത പാദമീ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വൃക്ഷലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോൽ ദൈവമേ, നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർന്നീടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നത്തെ നമ്മുടെ പരിചിന്തനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ. മറ്റൊരു ഉപമ കേട്ടുകൊള്ളുക.
ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി അതിലൊരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ചടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. പിന്നീട് അവൻ എന്റെ പുത്രനെ അവർ ബഹുമാനിക്കും എന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവിൻ, നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞ് കൊന്നുകളഞ്ഞു. അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റ് കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. യേശു പറഞ്ഞ ഒരു ഉപമയാണ് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു എന്നാണ് പറയുക. ഏത് തോട്ടവും നട്ടുപിടിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരുക്കങ്ങളുണ്ട്. പറ്റിയ സ്ഥലം തിരഞ്ഞെടുക്കണം, സ്ഥലം ഒരുക്കണം. ഏതു തരത്തിലുള്ള മുന്തിരിത്തോട്ടമാണോ നട്ടുപിടിപ്പിക്കുക അതിന് പറ്റിയ തൈകൾ കണ്ടെത്തണം, അങ്ങനെ അവ കുഴിച്ചിടണം. ഇങ്ങനെ പലതരത്തിലുള്ള ഒരുക്കങ്ങൾ അതിന് ആവശ്യമായിട്ടുണ്ട്. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെയും അതിന് തുടർന്നും ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കണം. വെള്ളം കൊടുക്കണം, വളം കൊടുക്കണം. എങ്കിൽ മാത്രമേ മുന്തിരിച്ചെടികൾ വളരുകയുള്ളൂ. അത് വളർന്നാൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. അപ്പൊ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ചാണ് യേശു ഇവിടെ പറയുക. ആ മുന്തിരിത്തോട്ടത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം വീട്ടുടമസ്ഥൻ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അതിനു ചുറ്റും വേലി കെട്ടുന്നുണ്ട്. വേലി ശത്രുക്കളിൽ നിന്നും മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കാൻ വരുന്ന മൃഗങ്ങളിൽ നിന്നുമെല്ലാം അതിനെ സംരക്ഷിക്കുവാനായിട്ടാണ്. സംരക്ഷണത്തിൻ്റെതാണ് വേലി എന്നുള്ളതാണ്. വേലിയില്ലെങ്കിൽ ആർക്കും അതിക്രമിച്ച് കടക്കാം, മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കാം. അതിനു എതിരായിട്ടുള്ള ഒരു സംരക്ഷണം എന്ന രീതിയിലാണ് ഇവിടെ വേലി കെട്ടുക. പിന്നീട് മുന്തിരിപ്പഴങ്ങൾ ഉണ്ടാകുമ്പോൾ പിഴിഞ്ഞ് വീഞ്ഞ് ഉണ്ടാക്കുവാനായിട്ട് ചക്കും സ്ഥാപിക്കുന്നുണ്ട്. പിന്നീട് ഗോപുരവും പണിയുന്നുണ്ട്. ഇതെല്ലാം മുന്തിരിത്തോട്ടത്തിന്റെ സംരക്ഷണത്തിനായിട്ട് ദൈവം ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് നാം മനസ്സിലാക്കുക. ആവശ്യമായിട്ടുള്ളതെല്ലാം ക്രമീകരിച്ചതിന് ശേഷമാണ് വീട്ടുടമസ്ഥൻ കൃഷിക്കാരെ അത് ഏൽപ്പിച്ചിട്ട് വളരെ നാളത്തേക്ക് പോവുക. അപ്പൊ തന്റെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനി മുന്തിരിത്തോട്ടത്തിന് ആവശ്യമായിട്ടുള്ളത് ചെയ്യുവാനായിട്ട് കൃഷിക്കാരെ ഏൽപ്പിച്ചു. എന്നിട്ടാണ് വീട്ടുടമസ്ഥൻ പോവുക. മുന്തിരി വളർന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സമയമാകുന്നതിന് വർഷങ്ങൾ തന്നെ എടുത്തു എന്ന് വരാം. ഏതായാലും ഫലം ശേഖരിക്കാനുള്ള സമയമായപ്പോൾ വേലക്കാരെ അയച്ചു എന്നാണ് പറയുക. ആവശ്യമായ സമയം എന്ന് തന്നെയാണ് സൂചിപ്പിക്കുക. ഒരുപക്ഷെ വർഷങ്ങൾ തന്നെ എടുത്തിട്ടുണ്ടാകാം. ഇടയ്ക്ക് വന്ന് വീട്ടുടമസ്ഥൻ ഈ കൃഷിക്കാർ എപ്രകാരം മുന്തിരിത്തോട്ടം പരിപാലിക്കുന്നു, കൃഷി ചെയ്യുന്നു, മുന്തിരിത്തോട്ടത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു എന്നൊന്നും ഇങ്ങനെ അന്വേഷിക്കുന്നതായിട്ട് സുവിശേഷത്തിൽ പറയുന്നില്ല. ഒരു കണക്ക് പറഞ്ഞാൽ കൃഷിക്കാർക്ക് എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യവും കൊടുക്കുന്നവനായിട്ടാണ് വീട്ടുടമസ്ഥനെ ഇവിടെ നമ്മൾ കാണുക. ഇടയ്ക്ക് അവരുടെ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ല. അവരെ ഏൽപ്പിച്ചു. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ വീട്ടുടമസ്ഥന്റെ മനസ്സിൽ അവര് വിശ്വസ്തയോടുകൂടി പെരുമാറും എന്നുള്ളൊരു ചിന്തയാണ്. ഒരുപക്ഷെ ഈ കൃഷിക്കാരെ അദ്ദേഹം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തതായിരിക്കും.
അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒത്തിരിയേറെ കൃഷിക്കാരെ ലഭ്യമായിരുന്നിരിക്കാം. അവരിൽ നിന്നും കുറച്ചുപേരെ ഇങ്ങനെ തെരഞ്ഞെടുത്ത് ഈ ജോലിക്കായിട്ട് നിയോഗിക്കുകയാണ്. ഈ കൃഷിക്കാരുടെ എന്തെങ്കിലും പ്രത്യേകമായ യോഗ്യതകൾ കൊണ്ടാണോ അവർ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമില്ല. പക്ഷേ യജമാനൻ അവരെ വിശ്വസിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ ഏൽപ്പിച്ചിട്ട് വീട്ടുടമസ്ഥൻ യാത്രയ്ക്കായിട്ട് പോവുക. അപ്പോൾ യജമാനൻ അവരെ തെരഞ്ഞെടുക്കുകയും വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് അവര് മുന്തിരിത്തോട്ടത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുമെന്നും തങ്ങളെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി നിറവേറ്റും എന്നും ഉള്ള ഒരു കാഴ്ചപ്പാടാണ്. എന്നാൽ ഈ ഫലങ്ങൾ ശേഖരിക്കേണ്ട സമയമാകുമ്പോൾ ഈ കൃഷിക്കാര് അതേ രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ളത് ഉപമയിലെ ഒരു പ്രത്യേകതയാണ്. കൃഷിക്കാര് യജമാനന്റെ പ്രതീക്ഷയ്ക്ക് വളരെ വിപരീതമായിട്ട് പെരുമാറുന്നു എന്നുള്ളതാണ്. കൃഷിയിൽ തനിക്ക് അവകാശപ്പെട്ട ഭാഗം സ്വീകരിക്കാനായിട്ടാണ് യജമാനൻ വേലക്കാരെ പറഞ്ഞയക്കുക, തന്റെ തന്നെ അവകാശം വാങ്ങിക്കുവാനായി. കൃഷിക്കാരുടെ അവകാശമൊന്നും വാങ്ങിക്കുവാനായിട്ടല്ല അവരെ പറഞ്ഞയച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷേ ഏത് തരത്തിലുള്ള ഒരു പെരുമാറ്റമാണ് കൃഷിക്കാരുടെ ഭാഗത്തു നിന്നും ഭൃത്യന്മാരോട് ഉണ്ടാകുന്നത് എന്ന് സൂക്ഷിച്ചു നോക്കുക. ചില ഭൃത്യന്മാരെ കൊന്നുകളയുന്നു, ചിലരെ കല്ലെറിയുന്നു. അങ്ങനെ യജമാനൻ അയച്ച ഭൃത്യന്മാരോട് മോശമായ രീതിയിൽ പെരുമാറുന്നു എന്നുള്ളതാണ്. ആരയക്കുന്നുവോ അവർക്കുള്ള പ്രാധാന്യത്തെ നിഷേധിക്കുന്നു. അയക്കപ്പെടുന്നവരെ വേണ്ട രീതിയിൽ സ്വീകരിക്കാതെയോ അംഗീകരിക്കാതെയോ ഒക്കെ വരുമ്പോൾ യജമാനന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് യജമാനന് വേണ്ടിയിട്ട് ഫലങ്ങൾ ശേഖരിക്കുവാനായിട്ട് അയക്കപ്പെട്ടവരായിരുന്നു ഭൃത്യന്മാരെ. എന്നാൽ യജമാനൻ അയച്ചവരാണ് എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാമെങ്കിലും ഈ കൃഷിക്കാരുടെ പ്രതികരണം വളരെ മോശമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കത്തക്ക ഒരു മാനസികമായ അവസ്ഥയിൽ ഈ കൃഷിക്കാര് എത്തിച്ചേർന്നത് എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതാണ്. ഒരുപക്ഷെ വീട്ടുടമസ്ഥൻ വളരെ നാളത്തേക്ക് ദൂരെയായപ്പോൾ ഇത് തങ്ങളുടേതാണ്, സ്വന്തമാണ് എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ വളർന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് അവകാശം കൊടുക്കേണ്ടതില്ല എന്നായിരിക്കാം ഒരുപക്ഷെ ചിന്തിക്കുക. ഒരു പ്രാവശ്യം വേലക്കാരെ അയച്ചു, അവരോട് അപമര്യാദയായിട്ട് പെരുമാറി. എങ്കിലും വീട്ടുടമസ്ഥൻ പിന്മാറുന്നില്ല, വീണ്ടും കൂടുതൽ ഭൃത്യന്മാരെ അയക്കുകയാണ് ചെയ്യുക. അങ്ങനെ വീണ്ടും അയക്കുമ്പോൾ ദൈവം വാസ്തവം പറഞ്ഞാൽ ഈ കൃഷിക്കാർക്ക് ഒരവസരം കൂടി കൊടുക്കുന്നതായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഒരവസരം കൂടി കൊടുത്തിരിക്കുന്നു, ആദ്യത്തെ രീതിയിൽ നിന്നും മാറി കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ പെരുമാറുവാനായിട്ട്. വീണ്ടും ഒരവസരം കൂടി ലഭിച്ചിട്ടും അവിടെയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ എങ്ങനെയുള്ള ഈ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിലും യജമാനൻ മുട്ടുമടക്കുന്നില്ല. വീണ്ടും യജമാനൻ സ്വപുത്രനെ തന്നെ അയക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. എന്റെ പുത്രനെ ഞാൻ അയക്കും, അവനെ അവർ ബഹുമാനിച്ചേക്കും എന്ന് തന്നെയാണ് യജമാനൻ ചിന്തിക്കുക. അതുകൊണ്ടാണ് സ്വപുത്രനെ അയക്കുക. അപ്പൊ തന്റെ സ്ഥാനത്ത് കടന്നു വരുന്ന പുത്രൻ കടന്നു വന്നതും ഇവിടെ വീട്ടുടമസ്ഥന് അവകാശപ്പെട്ട ഫലങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പുത്രൻ കടന്നു വരുമ്പോൾ കൃഷിക്കാരുടെ മനസ്സ് വളരെ വ്യക്തമാക്കുകയാണ്. വരുവിൻ, ഇവനാണ് അവകാശി, ഇവനെ കൊന്ന് നമുക്ക് അവകാശം സ്വന്തമാക്കാം എന്നുള്ളതാണ് ആ കൃഷിക്കാരുടെ കാഴ്ചപ്പാട്. മറ്റുള്ളവരുടെ അവകാശങ്ങളെ തത്വദീക്ഷയില്ലാതെ അവരെ നശിപ്പിച്ചുകൊണ്ട് സ്വന്തമാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്ന രീതി എത്രമാത്രം നീതിക്ക് വിരുദ്ധമാണ് എന്ന് ആലോചിച്ചു നോക്കുക. എത്രമാത്രം ഹീനമായ ഒരു പ്രവൃത്തിയാണ് അത് എന്ന് ചിന്തിച്ചു നോക്കുക. കാരണം വീട്ടുടമസ്ഥനാണ് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചത്, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചതും വീട്ടുടമസ്ഥനാണ്. കൃഷിക്കാരെ വിളിച്ച് ഏൽപ്പിച്ചതാണ്. അവരുടെ പ്രത്യേകമായ യോഗ്യതകൾ കൊണ്ട് ആയിരിക്കണമെന്നില്ല,
വീട്ടുടമസ്ഥൻ തന്നെ അവരെ തെരഞ്ഞെടുത്ത് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അവരിൽ അദ്ദേഹത്തിന് വലിയ പ്രത്യാശയുണ്ടായിരുന്നു, വലിയ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്രകാരം ചെയ്തത്. തങ്ങളിൽ അർപ്പിക്കപ്പെട്ട വിശ്വാസവും പ്രത്യാശയുമെല്ലാം നഷ്ടപ്പെടുത്തുന്നവരായിട്ടും അതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നവരുമായിട്ട് കൃഷിക്കാർ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കണക്ക് പറഞ്ഞാൽ ഇങ്ങനെ പണത്തെക്കുറിച്ചുള്ള ചിന്തകള് മനുഷ്യനെ ഇതേ രീതിയിൽ നശിപ്പിക്കാം എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അത്യാഗ്രഹങ്ങള് ആളുകളെ നാശത്തിലേക്ക് നയിക്കുന്നു. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം മുന്തിരിത്തോട്ടം പരിപാലിക്കുക ഒരു ജോലിയായിരുന്നു, അവരുടെ ഉപജീവന മാർഗമായിരുന്നിരിക്കാം. അതിൽ നിന്നും അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള തുക സംഭരിക്കാൻ സാധിക്കുമായിരുന്നു. അവരും മറ്റുള്ള തോട്ടങ്ങളിലെ കൃഷിക്കാരെ പോലെ കൃഷിക്കാരുമായിരുന്നു. അവരുടെ ജോലി അവരുടേതെന്ന പോലെ ചെയ്യുവാനുള്ള ഒരു സാഹചര്യം വീട്ടുടമസ്ഥൻ കൊടുത്തു. എന്നാൽ ആ സാഹചര്യമെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടും വളരെ ദുഷ്ടമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ മാറിപ്പോയി എന്നുള്ളതാണ്. മറ്റുള്ളവരെ കൊന്നുപോലും അവരുടെ അവകാശങ്ങൾ സ്വന്തമാക്കി തീർക്കാം എന്ന് ചിന്തിക്കുന്ന വിലപനീയമായ രീതി. എല്ലാവരും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയാൽ എവിടെയാണ് സമൂഹത്തിൽ സ്വസ്ഥതയോടുകൂടി നിലനിൽക്കാനായിട്ട് സാധിക്കുക? അവരിങ്ങനെ ചിന്തിക്കുകയും വീട്ടുടമസ്ഥന്റെ പുത്രനെ കൊന്നുകളയുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ചെയ്തപ്പോൾ വാസ്തവം പറഞ്ഞാൽ അത് അവരുടെ നാശത്തിലേക്ക് തന്നെ അവരെ നയിച്ചു എന്നുള്ളതാണ്. വീട്ടുടമസ്ഥൻ അവരോട് എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അവരെ നശിപ്പിക്കും എന്ന് തന്നെയാണ് പറയുക. അവരെ നശിപ്പിച്ചിട്ട് യഥാസമയം ഫലങ്ങൾ നൽകുന്ന മറ്റ് കൃഷിക്കാരെ ഏൽപ്പിക്കും എന്നുള്ളത്. ഒരുപക്ഷെ നമ്മൾ ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ തന്നെ പ്രവൃത്തികൾ നമുക്ക് എതിരായിട്ട് വരുന്നു, നമ്മെ നാശത്തിലേക്ക് നയിക്കുന്നു. ഈ കൃഷിക്കാരുടെ ഉള്ളിൽ കുടികൊണ്ടിരുന്ന മറ്റുള്ളവരുടെ അവകാശം സ്വന്തമാക്കി തീർക്കണം എന്നുള്ള ചിന്ത, മറ്റുള്ളവരോട് നീതിപൂർവം പ്രവർത്തിക്കരുത് എന്നൊക്കെയുള്ള ചിന്ത, അത് അവരുടെ നാശത്തിന് വഴി തെളിച്ചു എന്നാണ് നാം മനസ്സിലാക്കുക. ദൈവം ഒരു പരിധിവരെ നമ്മെ ഈ ഭൂമിയിൽ കൃഷിക്കാരെ പോലെ ആക്കിയിരിക്കുകയാണ്. ഈ ഉപമയിലെ കൃഷിക്കാരെ പോലെ തന്നെ ദൈവം നമ്മിൽ നിന്നും വിശ്വസ്തത പ്രതീക്ഷിക്കുന്നു. നാം നല്ല രീതിയിൽ പെരുമാറുമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നമ്മെക്കുറിച്ച് പ്രത്യാശയുണ്ട്. അതുകൊണ്ടാണ് നമ്മെ ഇപ്രകാരമുള്ള ജോലികൾ ഏൽപ്പിച്ചിരിക്കുക. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ നിർവഹിക്കുവാൻ നമുക്ക് കടമയുണ്ട്. നമ്മൾ ആ കടമയിൽ നിന്നുമൊക്കെ മാറിയിട്ട് സ്വാർത്ഥ താൽപര്യങ്ങളുടെ പേരിൽ മറ്റുള്ളവരുടെ അവകാശത്തെ ഹനിക്കുന്നവരായിട്ട് തീർന്നാൽ അത് നമ്മുടെ നാശത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ ഉപമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കടമകളെക്കുറിച്ച് ബോധ്യമുള്ളവരാകാം. ദൈവം നമ്മിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാം. ഓരോ ദിവസവുമുള്ള നമ്മുടെ ജീവിതത്തിന്റെ കർത്തവ്യങ്ങൾ ഇതേ മനോഭാവത്തോടെ നിറവേറ്റുകയും ചെയ്യാം. ഉദയേ പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ. സ്വർലോകനാഥാനിൻ സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാ ഇമ്പമായി ധരണിയാകെ. ആബാ പിതാവേ സ്നേഹാഗ്നിയാ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം.
പാവനാത്മാവേ നീ വരേണമേ മാനസമണിക്കോവിലിൽ. നായക ഞങ്ങൾ നാവിനാലങ്ങേ സ്നേഹസംഗീതം പാടുന്നു. നിൻ പ്രകാശത്തിൻ രശ്മിയാലെന്റെ അന്ധകാരമകറ്റണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ളം സുന്ദരമാക്കി തീർക്കണേ, സുന്ദരമാക്കി തീർക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ജീവിതത്തിലേക്ക് വിളിക്കുകയും അങ്ങയുടേതായ ഒരു ദൗത്യം ഞങ്ങളെ ഫലമേൽപ്പിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾ വിശ്വസ്തയോടുകൂടി നിലനിൽക്കുമെന്ന് പ്രതീക്ഷിച്ചു. ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ വിശ്വസ്തതയില്ലാത്തവരായിട്ട് തീർന്നു. അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുടെ പേരിൽ അഹങ്കരിക്കുന്നവരും ധാർഷ്ട്യമുള്ളവരും തിന്മ പ്രവർത്തിക്കുന്നവരുമൊക്കെയായിട്ട് മാറിപ്പോയി എന്നുള്ളതാണ് ഉപമയിലെ കൃഷിക്കാരെ നോക്കുമ്പോൾ ഞങ്ങൾ കാണുക. ഒരുപക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കാം. നീ തന്ന ദാനങ്ങളെ നന്ദിയോടുകൂടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നീ ഞങ്ങൾക്ക് തന്ന വിളിയെ സ്നേഹപൂർവ്വം അനുസ്മരിക്കുവാൻ സഹായിക്കണമേ. ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളതെല്ലാം നിന്നിൽ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓരോ ദിവസവും ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിന്നിലുള്ള വിശ്വസ്തയോടുകൂടി നിന്റെ യഥാർത്ഥ കൃഷിക്കാരെ പോലെ വേലക്കാരെ പോലെ പൂർത്തിയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീ തന്നിരിക്കുന്ന ഈ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ദുഷ്ടമായിട്ടുള്ള ചിന്തകളും ആഗ്രഹങ്ങളും ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാൻ അനുവദിക്കരുതേ. അവ കൂടുതൽ കൂടുതൽ തിന്മയിലേക്ക് ഞങ്ങളെ നയിക്കുന്നതായിട്ട് രൂപാന്തരപ്പെടാം. അതുകൊണ്ട് തിന്മയിലേക്കുള്ള ഞങ്ങളുടെ ചായ്വിൽ നിന്നും ഞങ്ങളെ നിയന്ത്രിക്കണമേ. നന്മയിലേക്ക് ഞങ്ങളുടെ ദൃഷ്ടി തിരിക്കണമേ. കൂടുതൽ വിശ്വസ്തയോടുകൂടി നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയെ പ്രകാരം അങ്ങയുടെ പുത്രനെ ഈ ജീവിതത്തിൽ പരിപാലിച്ചു വളർത്തിയോ അതുപോലെ ഞങ്ങളുടെ ജീവിതത്തെയും നന്മയിലേക്ക് തിരിക്കുന്ന ഒന്നായിട്ട്, ഉത്തരവാദിത്തപൂർണമായിട്ട് നിറവേറ്റുന്ന ഒന്നായിട്ട് രൂപാന്തരപ്പെടുത്തുവാൻ സഹായിക്കണമേ. വിശുദ്ധമായ ജീവിതത്തിന്റെ മാതൃകകളായി തീർന്ന വിശുദ്ധരെ ഞങ്ങളുടെ ജീവിതത്തെയും വിശുദ്ധിയിലേക്ക് നയിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ട ശക്തി ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാഖമാരെ ഓരോ ദിവസവും ഞങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങൾ വഴിയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തിന്മയിലേക്ക് തിരിയാതെ നന്മയിൽ മനം എപ്പോഴും ഉറച്ചു നിൽക്കുവാനും വേണ്ട കൃപ ഞങ്ങൾക്ക് തരണമേ. തിന്മയിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് പകൽ സമയത്ത് തന്റെ കാരുണ്യം വർഷിക്കും. രാത്രികാലത്തവിടുത്തേക്കു ഞാൻ ഗാനമാലപിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ.
ഗുഡ്നസിന്റെ ഈ കൂട്ടായ്മയിൽ ഒന്നു ചേർന്നിരിക്കുന്ന നാം എല്ലാവരും പരസ്പരം സഹവർത്തിത്വത്തിലാണ്. ദൈവവചനത്തിന്റെ ശക്തിയോടുകൂടി എന്നും എപ്പോഴും ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനം ശക്തിയായിട്ട് നമ്മിലേക്ക് കടന്നു വരുവാനും തെറ്റായിട്ടുള്ള ജീവിതത്തിലെ പ്രവണതകളെ മാറ്റിക്കളഞ്ഞുകൊണ്ട് കർത്താവിന് ഹിതകരമായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ട അനുഗ്രഹം തരണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കത്തോലിക്കാ സഭ ഒരു കൂട്ടായ്മയാണ്. മാർപ്പാപ്പയും മെത്രാന്മാരും വൈദികഗണവും ദൈവജനവുമെല്ലാം ഒന്നു ചേർന്നതാണ് സഭയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സഭയോട് ചേർന്ന് സഭയുടെ പഠനങ്ങളോട് യോജിച്ച് നിന്നുകൊണ്ട് എപ്പോഴും പ്രവർത്തിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് അപ്പസ്തോലന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്ത അധികാരത്തിന്റെയും ശുശ്രൂഷയുടേതുമായിട്ടുള്ള അനുഗ്രഹം ഞങ്ങളിലേക്ക് ചൊരിയണമേ. സഭയോട് ഒന്നു ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ ദിവസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹം നിറഞ്ഞതാകട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നന്മ നിറഞ്ഞ ഒരു ദിവസം നിങ്ങൾക്ക് ഞാനിന്ന് ആശംസിക്കുന്നു.